സംസ്ഥാനത്ത് ഒറ്റപ്പെട്ടയിടങ്ങളിൽ ഇടിമിന്നലോട് കൂടിയ മഴയ്ക്ക് സാധ്യതയുള്ളതായി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ചുട്ടുപൊള്ളുന്ന വേനൽ ചൂടിന് കുളിരേകി ഹൈറേഞ്ചിന്റെ പല മേഖലകളിലും വേനൽ മഴ പെയ്തു. മൂന്നാർ ദേവികുളം മേഖലയിൽ മഴയ്ക്കൊപ്പം അതിശക്തമായി ആലിപ്പഴവും പെയ്തു. കേരളത്തിലെ കാലാവസ്ഥയിൽ അടിമുടി മാറ്റം വരുന്നു. സംസ്ഥാനത്ത് ഒറ്റപ്പെട്ടയിടങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കുള്ള സാധ്യതയാണ് ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇന്നും നാളെയും ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും മണിക്കൂറിൽ 30 മുതൽ 40 കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിനും സാധ്യതയുണ്ട്. ഇത് ചുട്ടുപൊള്ളുന്ന വേനൽ ചൂടിന് വലിയൊരു ആശ്വാസം തന്നെയാണ് നൽകുന്നത്. പലയിടങ്ങളിലും നിലവിൽ കുടിവെള്ളക്ഷാമം രൂക്ഷമാണ്. അതിനാൽ തന്നെ വേനൽ മഴ ഹൈറേഞ്ച് നിവാസികൾക്ക് വലിയ ആശ്വാസമാണ് നൽകുന്നത്. അടുത്ത ഏതാനും ദിവസങ്ങൾ കൂടി വേനൽ മഴ ലഭിക്കുമെന്ന പ്രതീക്ഷയിലാണ് എല്ലാവരും. മാത്രമല്ല, ഇപ്പോൾ ശക്തമായ കാറ്റിനെ തുടർന്ന് കോഴിക്കോട് പന്തീരങ്കാവിൽ മരങ്ങൾ കടപുഴകി വീഴുകയും ഓഫീസ് കെട്ടിടങ്ങൾക്ക് നാശനഷ്ടങ്ങൾ സംഭവിക്കുകയും ചെയ്തതായും റിപ്പോർട്ടുകളുണ്ട്. കോട്ടയം, ഇടുക്കി, എറണാകുളം, തൃശൂർ ജില്ലകളിലെ ഒറ്റപ്പെട്ടയിടങ്ങളിൽ നേരിയ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് മുന്നറിയിപ്പിൽ പറയുന്നത്. കഴിഞ്ഞ ദിവസം വൈകുന്നേരം വരെ കനത്ത ചൂടിലായിരുന്നു ഇടുക്കി ജില്ല. എന്നാൽ എല്ലാം ഇന്ന് തകിടം മറിഞ്ഞു. വലിയ തോതിലുള്ള കാലാവസ്ഥാ വ്യതിയാനം തന്നെയാണ് ഹൈറേഞ്ചിന്റെ പല മേഖലകളിലും അനുഭവപ്പെടുന്നത്. മൂന്നാർ ദേവികുളം മേഖലയിൽ മഴയ്ക്കൊപ്പം അതിശക്തമായ ആലിപ്പഴവും പെയ്തു. ഇത് ആളുകൾക്കിടയിൽ വലിയ കൗതുകവും ആശങ്കയും ഉണ്ടാക്കി. മഴയ്ക്ക് ശേഷം ചെറിയ ഐസ് കട്ടകൾ വലിയ തോതിൽ റോഡരികിലടക്കം കൂടിക്കിടന്നത് പ്രദേശവാസികൾക്ക് പുതുമയുള്ള കാഴ്ചയായി മാറി. വലിപ്പമേറിയ ആലിപ്പഴങ്ങളാണ് ഇത്തവണ വീണത്. വലിയ തോതിലുള്ള കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ സൂചന നൽകുന്നതാണോ ഈ ആലിപ്പഴ വീഴ്ചയെന്നാണ് പ്രദേശവാസികൾ ആശങ്കപ്പെടുന്നത്. കഴിഞ്ഞ ദിവസം വൈകുന്നേരത്തോടെയായിരുന്നു മൂന്നാറും ദേവികളും അടക്കം ഹൈറേഞ്ചിന്റെ വിവിധയിടങ്ങളിൽ വേനൽ മഴ പെയ്തത്. ശക്തിയായി പെയ്തിറങ്ങിയ മഴ ചുട്ടുപൊള്ളുന്ന വേനൽ ചൂടിന് നേരിയ ശമനം വരുത്തിയിട്ടുണ്ട്. 10 മിനിറ്റോളം സമയം മഴയ്ക്കൊപ്പം ആലിപ്പഴവും പെയ്തിറങ്ങി. റോഡിലും വാഹനങ്ങളുടെ മുകളിലുമൊക്കെയായി ആലിപ്പഴം വീണു. അതേസമയം തെക്ക് കിഴക്കൻ അറബിക്കടലിൽ ലക്ഷദ്വീപ് തീരത്തിന് സമീപം ഒരു ചക്രവാത ചുഴി സ്ഥിതി ചെയ്യുന്നുണ്ടെന്നും റിപ്പോർട്ടുകളുണ്ട്. കൂടാതെ വടക്കൻ തമിഴ്നാട് തീരത്തിന് മുകളിലായും മറ്റൊരു ചക്രവാത ചുഴിയുണ്ട്. എന്തായാലും വരും ദിവസങ്ങളിൽ മഴ ശക്തമാകുമെന്ന് തന്നെയാണ് ഇതിലൂടെ വ്യക്തമാകുന്നത്. ഇത് കർഷകർക്കും വലിയ ആശ്വാസമാണ് നൽകുന്നത്. ന്യൂസ് ഡെസ്ക് സീ മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.